കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ രാമേശ്വരം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഉപ്പുപാടം കണ്ടു കേട്ടോ. അതായത് നമ്മൾ പറയൂലേ നെൽപ്പാടം, ഗോതമ്പ് പാടം, അതുപോലെ തന്നെ ബീൻസ് പാടം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും വലിയ ഉപ്പുപാടം ആരെടുത്താന്നറിയോ? ഏറ്റവും വലിയ ഉപ്പ് വിൽക്കുന്ന ആരാന്നറിയോ? ടാറ്റ. നോക്കൂ, അത് സൂറത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഗുജറാത്ത്, സൂറത്തല്ലോ പറഞ്ഞ് മാറിപ്പോയി, ഗുജറാത്ത് മറ്റേ ഇവിടെ കച്ച് ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതുകൊണ്ട് ഇതൊക്കെ ഉപ്പായി വരുന്നുള്ളൂ. അതായത് കടലിൽ നിന്ന് കടൽ വെള്ളം ഇതേപോലത്തെ ഓരോ കളങ്ങളമാക്കി വെച്ചിട്ട്, ഇതുണ്ടോ, ഇത് കടൽ വെള്ളം വരുന്ന സെറ്റപ്പാ. എന്നിട്ട് ഇതേപോലെ ഓരോ കളങ്ങളമാക്കി വെക്കും കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഉപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് സാധാരണ മാത്രം കാര്യമില്ല, ഉപ്പ് ഇത് പ്യൂരിഫൈ ചെയ്യണം. ആ പ്യൂരിഫൈ ചെയ്യുന്ന ഉപ്പാണ് നമ്മൾ കഴിക്കുന്നത്. ഞങ്ങൾ ഇതിലെങ്ങനെ ഫ്രണ്ടിലേക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കട്ടോ. എടാ ലിബിനെ, ഇത് ഉപ്പ് മാർബിൾ പോലെ പിടിച്ച് കിടക്കുക. അത് തന്നെ, അതിങ്ങനെ ഉറച്ചൊറച്ചൊറച്ചൊറച്ച് ഇങ്ങനെ എടുക്കും. നോക്കി, ഓ ആ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്ന ലാസ്റ്റ് ടൈല് പോലെയാവും. അതിങ്ങനെ ചെത്തി ഇങ്ങനെ എടുക്കും. അത് മാന്തി അങ്ങനെ എടുക്കുന്ന കട ലിബിനെ. നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ വേണ്ടി. അങ്ങോട്ട് കൂനൊക്കെ ഇട്ടോ, നമുക്ക് അങ്ങോട്ട് പോട്ടോ. ഈ കച്ചി കണ്ടത് ഇവിടെ കാണാൻ ഭയങ്കര വ്യത്യസ്തവനെ. കച്ചി കണ്ട കടലിന്റെ ഉള്ളിലല്ലേ വരുന്നത്. ഇവിടെ നിന്ന് വെച്ച് കണ്ട നേരെ അടിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് പാടത്തിലോട്ട് അങ്ങനെയല്ലേ ആക്കുന്നേ. ഈ കാണുന്ന ഉപ്പില്ലേ, ഇതിന് ഇവര് കൊണ്ട് പ്യൂരിഫൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ കളർ തന്നെ വ്യത്യാസം ഉണ്ടല്ലേടാ ലിബിനെ? നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ കളർ തന്നെ വ്യത്യാസം. ഇത് പ്യൂരിഫൈ ചെയ്തിട്ട് ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. എന്തോരെയാന്ന് നിങ്ങൾ നോക്കിയേ. ഇതിങ്ങനെ കിടക്കും. ഇതല്ലേ ഒരു 100 ഏക്കർ ഉണ്ടാവും. ഇപ്പൊ 100 ഉണ്ടാവോ? 50 ഏക്കർ ഉണ്ടാവും കേട്ടോ. അപ്പുറം ഇപ്പുറം കൂടെ 100 അതിന്റെ മേളിലുണ്ട് ഇവര്. എനിക്ക് തോന്നുന്നത് 100-300 ഏക്കർ. എത്ര ഉണ്ടാവും 100-300 ഏക്കർ ഉണ്ട്. ഇങ്ങനെ ഫൈനലി നമ്മള് പാമ്പം പാലത്തിലെത്തി. നമ്മുടെ വണ്ടി ഇതേ ഈ കാണുന്ന ഇവിടെ ഒതുക്കി കിട്ടും. ഇന്ത്യയിലെ ഏക ട്രെയിൻ പോകുന്ന പാലം. വേറെ കാര്യമുണ്ട്. അല്ല, ട്രെയിൻ പോകുന്നല്ല, കടലിൽ കൂടെ ട്രെയിൻ പോകുന്ന കാര്യം. ഇന്ത്യയിലെ ഏകയുള്ള മൈല് പോകുന്ന പാതയും കൂടിയാണ് ഇത്. ഇഷ്ടം പോലെ മുതലുണ്ട്. ഇതൊക്കെ ഇഷ്ടം പോലെ മൈലുകളാട്ടോ, 1-2 അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഈ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നടക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇതൊരു അത്യാവശ്യം നല്ല നീളമുള്ള കടലിൻ്റെ നടുക്കൂടെ ട്രെയിൻ പോകുന്ന ബ്രിട്ടീഷുകാർ പണിതാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു പാമ്പൻ പാലത്തിലാണ് ഞങ്ങളുള്ളത്. 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഞാനും ലിബിനൊക്കെ ഇവിടെ വന്നതാണ്. വേറെ കാര്യം ശ്രദ്ധിച്ചവനെ, റെയിൽവേ പാലത്തൂടെ ചേട്ടൻ ഉന്തിക്കൊണ്ട് വന്ന് നോക്കിയ സാധനം. അത് ഇന്ത്യ ഉണ്ടല്ലോ, പുതിയ റെയിൽവേ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. പഴയ റെയിൽവേ പാലത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകളും കോട്ടങ്ങളും സംഭവിച്ചിട്ട് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സെൻട്രലാണ് മറ്റേ ആ ഒരു എന്താ പറയുക, ബോട്ടോ കപ്പലോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊക്കി കൊടുക്കാനും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള. ഞങ്ങളിവിടെ വണ്ടി നിർത്തി കേട്ടോ, 2-3 വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏടാ ലിബിനെ, നമ്മൾ അന്ന് വന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ. നീ അങ്ങോട്ട് നോക്കിയേ, എന്നെ കാണിക്കാതെ. ഏടോ പഴയ പാലം നോക്കിയേ. പഴയ പാലം ഇങ്ങനെ ഇരിക്കുന്നേ. പുതിയ ഭയങ്കര സെറ്റപ്പാണല്ലോ ഇവനെ. പുതിയ ഭയങ്കര സെറ്റപ്പാണല്ലോ. പൊന്നെ, എന്തൊരു സെറ്റപ്പാന്ന് നോക്കിയേ. ഏതാടാ അമ്മ ഈ കാണുന്ന ഇതില്ലേ അമ്മ, ആ നടുക്കൂടെ എന്നാന്ന് മനസ്സിലായോ? അത് കപ്പൽ പോകുമ്പം ഇത് പഴയ പാലം. ഈ കാണുന്ന പാലം ഇത് പഴയതായിരുന്നു. ഇത് അങ്ങ് രാമേശ്വരം വരെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഈ പാലത്തിന് എന്തോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഗവൺമെന്റ് പുതിയ പാലം പണിത് കഴിഞ്ഞു. പഴയതും പുതിയതായിട്ട് എന്ത് വ്യത്യാസമാണ്. ഇത് റോപ്പിൽ കൂടെയാണ് ഇത് പൊക്കുന്നത്. റോപ്പ് ഉണ്ടോ മേളിൽ? റോപ്പ് ഉണ്ടോ? ഇവനെ റോപ്പ് സെറ്റാക്കാൻ നോക്കിയവനെ നടന്നോണ്ടിരിക്കുവാ. അതിന്റെ മേളിൽ ആൾക്കാരുണ്ടെന്നേ. അതിന്റെ മേളിൽ ആൾക്കാരുണ്ട്. നോക്കിയേ, തായ്ലൻഡിലോ അല്ലെങ്കിൽ വിയറ്റ്നാമിലോ ബാലിയിലോ ഇവിടെ എവിടെയോ നമ്മൾ കണ്ട പോലെ കേട്ടോ. ഇത് നോക്കിയാ നിറം നോക്കിക്കേ നീ, എന്തൊരു രസോടെ കടലിന്റെ നിറം. കറക്റ്റ് ഒരു ഫോട്ടോ ഫ്രെയിം. രാമേശ്വരം ടെമ്പിള് 2.5 പോയി, കാശ് പോയി. ധനുഷ്കോടി 20. ആകെ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം ഇല്ലാത്തുള്ളൂ ഇവനെ. ഈ ടോൾ കൊടുക്കല് ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് പിരിക്കുക. ഗവൺമെന്റിന്റെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ പേ ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ മഹീന്ദ്ര ടൂറിസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതലുള്ള നാടാണ് രാമേശ്വരം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇഷ്ടം പോലെ ഈ കാണുന്ന ഓലപ്പരകൾ കാണാം കേട്ടോ. അതേപോലെ തന്നെ സംഭവം എന്ന് പറയാനേ, ഇവിടെ ഫ്രഷ് മീൻ വറുത്തത് അതിവിടെ കാണുന്നില്ലല്ലോ, എല്ലാം പൂട്ടിയവനെ. ഇങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി. ഇത് ഇവിടെ നിർത്തിട്ടോ. അവിടെയാണ് അതിന്റെ ലാസ്റ്റ് എൻഡ്. ഇവിടെ കുറെ സൈസ് മീനുണ്ട്. അപ്പൊ അതിവിടെ ഇങ്ങനെ വറുത്ത് സെറ്റപ്പ് ആക്കി തരും കേട്ടോ.
ഇത് ചേച്ചി 400 രൂപയ്ക്ക് തരാന്നു. ഏത് കാണിച്ചേ? ഇത് രണ്ടും. ഏത്? ആ ഇത് മറ്റേ ഇതല്ലേ ആഗോലിയല്ലേ? ആഗോലിയല്ലേ ഇത്? ഇതന്നെ അപ്പൊ ഇതന്നെ മീനാ? പാപ്ലെറ്റ് 250. നെയ്മീന് അത് ഫുള്ളാ? അത് അത് വേണ്ട, അത് കുയില് വേണ്ട. കറ്റയാ? ആമാ. മത്തി അയില ഒന്നുമേ ഇല്ലയാ അക്ക? அப்படியா? എന്നാ നീ അതെടുത്തല്ലോ അതെടുക്കാം. അതെത്രയാടാ ലിവിനെ? അതാന്ന് വെച്ചാൽ കൂന്തല്. എന്നാ ഒരു പ്ലേറ്റ് കൂന്തലും അതും ഒരു മീൻ ഇതും ഒരു മീൻ. ഇതാ 3 മീൻ. 800 രൂപ. അമ്മ ഒന്നും சொல்லாத. അമ്മയ്ക്ക് സ്വർണ്ണം ഇருக்கு, എനിക്ക് വെള്ളി ഇருக்கு. അമ്മ അത് കൊടുക്ക. அப்படியா கிடைக்காது. ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് എണ്ണ സംഭവങ്ങളൊക്കെ ഒഴിച്ചു നമ്മുടെ മീനൊക്കെ പറഞ്ഞ് റെഡിയാക്കി അതിന് റെഡിയാക്കി എടുക്കണം. അതിനാ കാലി കാണിച്ചേടി നിന്റെ ഒന്ന് പൊക്കി കാണിച്ചേ, ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം കേട്ടോ. കാണിച്ചേ. ഉയ്യോ നാക്കൊക്കെ നീട്ടി കാണിക്കുന്നു അവന് കഴിക്കാൻ വേണ്ടി. അവന് സന്തോഷായിട്ടോ. വിശന്നിരിക്കുകയായിരുന്നു കൊച്ച്, പാവം. ഗൈസ് നമ്മുടെ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ക്ലീൻ ചെയ്ത് മസാല ഇടും കേട്ടോ. അതിനുള്ള പരിപാടിയാണ്. ഇതുണ്ടോ ഇതേ ഇവിടെ ആട്ടോ ക്ലീൻ ചെയ്യുന്നത്. പറഞ്ഞ അപ്പം തന്നെയാണ് ക്ലീനിങ്. ഇത് ഇങ്ങോട്ട് ആ മീൻ കൊണ്ടുവന്നിട്ടോ. ഇനി ഇവിടെ ഇട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുക്കും. 2 പേര് വന്നു കേട്ടോ. പ്രത്യേക രീതിയിലുള്ള പ്രിപ്പറേഷൻ ആട്ടോ. 2 പേര് വന്നു കേട്ടോ. ഇതുണ്ടോ അവർ 2 പേര് വന്നു. പ്രത്യേക ടൂൾസ് ആട്ടോ. ഇതിന്റെ ചെതുമ്പല് കളയണമെന്ന് തോന്നുടാ. ഇത് അടിക്കുവാ. ഇതെന്നറിയാവോ? അതിന്റെ ഉള്ളിൽ ആണിയാ. ചെമ്പല്ലി വർഗത്തിൽപ്പെട്ട മീനത്. അതല്ലേ മദനമാ? അത് നെയ്മീനാട്ടോ. അത് നെയ്മീന്റെ കുഞ്ഞ്. ഫൈനലി മീൻ വെട്ടി ക്ലീൻ ആക്കി പാത്രത്തിലിട്ടു കേട്ടോ. മുളക് വറുത്താ മതി. കുറെ ഉണ്ടല്ലോ ഇതിന്. അത് കുറെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് മസാല തേക്കുന്ന പരിപാടികളൊക്കെ കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളില് ആൾക്കാർ താമസമുണ്ട്. എവിടെ? ആ ഓ 300 വീടുണ്ട്. 300ഓളം വീടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കൂന്തൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. കൂന്തൽ ആണോ? എനിക്ക് തിന്നാൻ പാത്രം എടുത്ത് കൊട്ടിക്കാണിച്ചു. ഗൈസ് എന്തായാലും ആവട്ടെ കേട്ടോ. ആണെങ്കിൽ എല്ലാമേ കടലിൽ പോയിടും, പെണ്ണെങ്കിൽ എല്ലാമേ ഇന്ത മാതിരി ടൂറിസ്റ്റ്. അപ്പടിയാ? ഓ അങ്ങനെയാന്ന്. അത് എല്ലാവർക്കും ഇല്ല. കറണ്ട് ഇല്ല ഇവിടെ. അപ്പടിയാ? അതായത് കൊച്ചിന് മാത്രം മഞ്ഞപ്പൊടി ഇട്ട് 2 പീസ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. ഇത് നമ്മുടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്നു. അമ്മമാർ ഇവിടെ മസാലയും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും മസാല ഇട്ടെടുക്കുക കേട്ടോ. ഗൈസ് നമ്മുടെ ഓരോ മീനായിട്ട് വെക്കാൻ തുടങ്ങി കേട്ടോ. അത് അടിപൊളിയായിരിക്കും കേട്ടോ ലിപി. അടിപൊളിയാണോ? പൂഴിയാണ് ഇവിടെ മൊത്തം. ഈ പൂഴിയിൽ വേണം നമുക്ക് ഇരിക്കാൻ വേണ്ടി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കുടിക്കാൻ. ഇതെല്ലാം ഇങ്ങോട്ട് വെച്ചേക്കാം, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ബാലിബി ഗൈസ് ഞങ്ങളുടെ മീന് ഇതിൻ്റെ അകത്ത് ഇട്ടോ. എന്ത് രസമെന്ന് നോക്കി, കളറൊക്കെ കാണാൻ വേണ്ടി. പക്ഷെ ഇത് കളറൊന്നും ചേർക്കില്ല, നേരെ മുളകും മഞ്ഞപ്പൊടി മാത്രം കേട്ടോ. സമയത്തെ അടിപൊളിയാ. അടിപൊളിയല്ലേ? സമയമില്ല, നമുക്ക് സമയമില്ല, അതാണ് കുഴപ്പം. 7 മണിക്ക് ഇവിടുന്ന് പോകണം. അത് നമുക്ക് ഇന്ന് തിരിച്ചു പോകണ്ടേ. ആദ്യം പറഞ്ഞ സാധനം കിട്ടി, മൈക്കിൾ വെച്ച ചോറും കിട്ടി. ഇത് കൂന്തലാട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ട്. മസാല വേണ്ടെന്ന് പറഞ്ഞല്ലേ? അതെ, മസാല ഇട്ടതെന്ന് വെച്ചും കൂടെ നല്ലതായിരുന്നു അല്ലേ? നമ്മുടെ സംഭവങ്ങൾ ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിറകല്ല, ചൂട്ടുമടലാട്ടോ. നല്ല മടലയിലാണ് ഇത് വാക്കുന്നത്. നല്ല കല്ലാല് ഇതിനെ. ഇങ്ങനത്തെ ഒരു കല്ല് നമുക്ക് മേടിച്ചാലോ? നാട്ടിൽ കിട്ടും. നല്ല കല്ലാട്ടോ. ഫൈനലി മൈക്കിളിൻ്റെ മീനെത്തി. നെയ്മീനും പിന്നെ എന്നതാ അപ്പം മറ്റേ മീൻ എന്നാ മീനപ്പം? ഇതല്ലേ അത്? ഇതാ നെയ്മീന്. ഫൈനലി നമ്മുടെ മീൻ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അടിപൊളി. ഓ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നീങ്ങുന്ന ഇതാക്കിയതെന്ന്. മൈക്കിൾ മുറിവെ ചവിട്ടിയതാ. മമ്മി കഴിച്ചോ മമ്മി? ഇത് നെയ്മീൻ, ഇത് നെയ്മീന്, ഇത് വറ്റ, ഇത് ചെമ്പല്ലി. ആ ഓരോ പ്ലേറ്റ് കൊടുങ്ങമ്മ. അടിപൊളി. ഇത്
നല്ല നാരങ്ങ ഉണ്ട്. അമ്മയുടെ നെയ്മീൻ ഇത്. നെയ്മീൻ ഇതാണോ നെയ്മീൻ? ഇത് നെയ്മീന അല്ല, ഇത് നെയ്മീന. ഇത് നെയ്മീന. ആ ഇതാന്ന് തോന്നുന്നു നെയ്മീൻ. കഴിച്ചു നോക്കിയോ? ഇത് അടിപൊളിയാ. ചെമ്പല്ലി. ഇത് ചെമ്പല്ലിയാ. ഏതാ ഇത്? നീ എടുത്തേക്കുന്ന ചെമ്പല്ലിയാ? ഞാൻ എടുത്തേക്കുന്നതും ചെമ്പല്ലിയാ. ഇത് ചെമ്പല്ലി. അടിപൊളി. അമ്മ ഒരു പ്ലേറ്റും കൂടെ കൊടുക്കുമോ കുഞ്ഞ? നല്ല അടിപൊളി മീൻ. ഇത് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. എന്നാ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ സാധനം റെഡിയാക്കി തന്നു. അങ്ങനെ ഓറ് പുറത്ത് കഴിഞ്ഞൊന്നും പോയില്ല. കറക്റ്റ് ഫ്രൈ. ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഇതുകൊണ്ട് അല്ല ടേസ്റ്റ് ഇല്ലടി. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ല ഉപ്പ്. ഗൈസ് ഞാൻ ഒരു നെയ്യ് എടുത്തു, പിന്നെ ഒരു ചെമ്പല്ലി എടുത്തു. ചെമ്പല്ലിയാണ് അടിപൊളി. ചെമ്പല്ലിക്ക് നെയ്യൊക്കെ ആയിട്ടുള്ളൊരു എന്നാ പറയുക, ഭയങ്കര സ്പഞ്ചി, ഒരു സ്പോഞ്ചി, ഒരു അടിപൊളി അല്ലേ ലിബി? പിന്നെ നല്ല ചെമ്പല്ലി കിട്ടുവാണെങ്കിൽ അടിപൊളിയാ. അത് കടലാണേലും കായലാണേലും പ്രത്യേക ടേസ്റ്റ്. അത് 77 08 39 65 91. എന്നാ പേര് കാണിക്കുന്നേ? ഞങ്ങളൊരു സ്ഥലത്ത് കടയിൽ ധനുഷ്കോടിയിൽ അവിടെ പൈസ ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല. വേണ്ട അല്ല അവിടെ മാവരക്കേണ്ടി വരും ഞാൻ. അല്ല പേര് നോക്ക്. പേര് വന്നോ? ഹലോ പേര് പറ. ഇക്ക 980 ആണ്. 918 980 918 ഇട്ടോ. ആ അമ്മ ഫോൺ പേയില് പണിട്ട് ഒന്ന് ചെക്ക് പണിട്ട് ഇട്ടോ. ആ അമ്മ അങ്ങനെ ശബ്ദം കേട്ടിട്ടെ ടുണുണ്ടു. ഓക്കെ ഓക്കെ അമ്മ ടാറ്റ ടാറ്റ ടാറ്റ. മൈക്കിൾ ഇരിക്കുന്നു. കൈ കാണിക്കുന്നു. ടാറ്റ മൈക്കിൾ. മൈക്കിളെ ടാറ്റ ടാറ്റ. എന്റെ ഇടയ്ക്ക് സൂര്യൻ താഴ്ന്നു നോക്കിയേ. ദേ ശ്രീലങ്ക. ഏതാ? ദേ ഞാൻ പറഞ്ഞില്ല. നോക്കൂ, നമ്മളങ്ങനെ ഫൈനലി ധനുഷ്കോടിയിലെ ലാസ്റ്റ് ഇതിലെത്തിയിരിക്കുകയാണ്. മൂന്നാർന്നാണോ മന്നാർ എന്ന് പറഞ്ഞ സ്ഥലം തോന്നുന്നുണ്ട്. ഇതുണ്ടോ? ദേ ശ്രീലങ്ക അടുത്താന്നേ. ഇത് കണ്ടില്ലേ? ചെറിയ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ശ്രീലങ്കയ്ക്ക്. ഇത് 24 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. നോക്കിയാ 3 കിലോമീറ്റർ ഉണ്ടെന്ന്. സ്റ്റാർട്ട് ലൊക്കേഷൻ കിട്ടത്തില്ല. സൺസെറ്റ് നോക്കിയാ. സൺസെറ്റ് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ സെറ്റ് ആയിട്ട് നിൽക്കുന്ന സൺസെറ്റ് നല്ല സെറ്റപ്പ് ആയിട്ട് കാണാം കേട്ടോ. അതെന്നാ മൈക്കിളെ നീ കാണിച്ചേ പിടിക്കുന്നത്? അതിന്റെ മുട്ട് ശരിയാട്ടോ ബിരാമി. വാ അതിന് ശേഷം കേട്ടോ. എന്നടാ മടുത്തു. എന്നെ അടിക്കുവാ കാണുന്നത്. എന്നെ അടിക്കുവാ. ശ്രീലങ്ക ആ സൈഡ് വലിയ ദൂരം ഇല്ലപ്പാ. തൊട്ടടുത്താ അണ്ണ. ശ്രീലങ്ക ഇങ്ങല്ല. ശ്രീലങ്ക ഇങ്ങല്ല. ആ അത് തന്നെ. ഇതുണ്ട്. ഇതിൽ സ്ട്രൈറ്റ് ഇനി പാലം വരാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ വലിയൊരു പ്രൊജക്റ്റ് അത്. ഇത് കണ്ടോ? ആ കാണുന്നതാണ് ശ്രീലങ്ക. ലിപി എന്തോ ചോദിക്കുന്നുണ്ടല്ലോ അവിടെ. എന്നാ ലിപി? 10 കിലോമീറ്റർ ഉള്ളോ?